ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കവിത എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഫോർ കസിൻ ഓൺ എ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് എ.കെ. രാമാനുജൻ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ആക്ച്വലി ഈ എ.കെ. രാമാനുജൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഒരു റൂറൽ ഒരു പാസ്റ്ററൽ ഒരു സെറ്റിങ്ങിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം എ.കെ. രാമാനുജനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. 1929 മുതൽ 1993 വരെയാണ് എ.കെ. രാമാനുജൻ ജീവിക്കുന്നത്. അട്ടിപ്പാട്ട് കൃഷ്ണസ്വാമി രാമാനുജൻ എന്നാണ് ഫുൾ നെയിം. എ.കെ. രാമാനുജൻ എന്ന് ഷോർട്ടായിട്ട് പറയുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു മൾട്ടി ലിംഗ്വൽ ഇന്ത്യൻ പോയറ്റാണ് അല്ലേ. സ്കോളറാണ്, ഫോക്ലോറിസ്റ്റാണ്, ട്രാൻസ്ലേറ്റർ കൂടിയായിരുന്നു. ഒരുപാട് കന്നഡയിൽ ആക്ച്വലി ഒരുപാട് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ തമിഴിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വൽ ഇന്ത്യൻ പോയറ്റാണ് എ.കെ. രാമാനുജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് അതിലുള്ള തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസസ് കടന്നു വരുന്നുണ്ട്. ഇന്ത്യൻ ട്രഡീഷനെ കുറിച്ച് അവർ എഴുതുന്നുണ്ട്. മാത്രമല്ല മോഡേൺ ഒരുപാട് മോഡേൺ തീമുകളും അവർ ഡിസ്കസ് ചെയ്യുന്നതായി കാണാൻ പറ്റുന്നത്. പിന്നെ ആക്ച്വലി ഇതെന്താണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ ഒരു കീ ഫിഗറാണ് എ.കെ. രാമാനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇന്ത്യൻ പുതിയ കാലത്തെ അല്ലെങ്കിൽ 1900s ശേഷമുള്ള 1947 ശേഷമുള്ള ഇന്ത്യൻ പോയട്രി ഇംഗ്ലീഷ് പോയട്രി എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ എ.കെ. രാമാനുജൻ ഒരു അനിഷേധ്യമായ സാന്നിധ്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഹി ബോട്ട് ഗ്ലോബൽ റെക്കഗ്നീഷൻ ടു ഇന്ത്യൻ സെൻസിബിലിറ്റീസ് അല്ലേ. ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ട്രഡീഷനെ കുറിച്ചൊക്കെ എഴുതിയിട്ട് ഗ്ലോബൽ റെക്കഗ്നീഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആൾ കൂടിയാണ് ആക്ച്വലി എ.കെ. രാമാനുജൻ എന്ന് പറയുന്നത്. ക്ലോസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി വളരെ വലിയൊരു തീമാണ് അദ്ദേഹത്തിൻ്റെ. പ്രധാനപ്പെട്ട വർക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ദ സ്ട്രൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. ഇത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മേജർ പോയട്രി കളക്ഷനുമാണ് ദ സ്ട്രൈഡേഴ്സ് എന്നുള്ളത്. 1966 ദ സ്ട്രൈഡേഴ്സ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഐഡൻറ്റിറ്റി, നേച്ചർ, അതുപോലെ തന്നെ പേഴ്സണൽ മെമ്മറീസ്, ഇന്ത്യൻ കൾച്ചർ തുടങ്ങിയിട്ടുള്ള തീംസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. 1971 റിലേഷൻസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഫാമിലി, അതുപോലെ തന്നെ മെമ്മറി, അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷൻസ് തുടങ്ങിയിട്ടുള്ള തീമുകൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും പേഴ്സണൽ വോയിസ് വിത്ത് കൾച്ചറൽ ഒബ്സർവേഷൻ പ്രധാനമായിട്ടും ഇതിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മൂന്നാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സൈറ്റ് 1986 ഈ ഒരു വർക്ക് അദ്ദേഹം എഴുതുന്നത്. ഇതിൽ ആക്ച്വലി സെൽഫ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള തീമുകൾ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 വാക്കുകൾ, ദ സ്ട്രൈഡേഴ്സ്, അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 വാക്കുകൾ എന്തായാലും ഓർത്ത് വെക്കുക, എ.കെ. രാമാനുജൻ്റെയാണ്. ഇനി കുറച്ച് കളക്റ്റഡ് പോയംസ് അദ്ദേഹം എഴുതുന്നുണ്ട്. 1995 പോസ്റ്റമസ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കളക്റ്റഡ് പോയംസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പോയട്രിയുടെ ലൈൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു മെമ്മറി ഓർത്തുകൊണ്ടാണ് ഇവിടെ പോയട്രി തുടങ്ങുന്നത്. കസിനൊത്തുള്ള ഒരു മെമ്മറിയാണ് അല്ലേ. തൻ്റെ ഒരു 2 വയസ്സ് 3 വയസ്സ് മുകളിലുള്ള ഒരു ഗേളുമായിട്ടുള്ള ഒരു മെമ്മറി ആലോചിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ഷി വാസ് 4 or 5 ഷീ സാറ്റ് ഓൺ എ വില്ലേജ് സ്വിംഗ് ആൻഡ് ഹെർ കസിൻ 6 or 7 സാറ്റ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ഹെർ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് കവിത തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇത് ആക്ച്വലി ഒരു യങ് ഗേളിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി എത്ര വയസ്സുള്ളൂ, 4 അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒരു യങ് ഗേളാണ്. അപ്പം ഇവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവരെന്താണ് ഒരു വില്ലേജ് സ്വിങ്ങിന് പോയിരിക്കുകയാണ്. വില്ലേജ് സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജിൽ നടക്കുന്ന ഫെയർ പോലെയുള്ള ഒരു പ്രോഗ്രാമിൽ പോയിട്ട് അവർ എന്ത് ചെയ്യാണ്, അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സ്വിങ്ങിന് പോയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പോയിരിക്കുന്ന സമയത്ത് കസിനോടൊത്താണ് പോയിട്ടിരിക്കുന്നത്. മാത്രമല്ല കസിൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലൈറ്റ്ലി ഓൾഡറാണ്. അപ്പോൾ ഒരു 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് പ്രായമുള്ള കസിനൊത്താണ് ഈ കുട്ടി പോയിട്ടുള്ളത്, ഈ ഒരു പെൺകുട്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വില്ലേജ് സ്വിങ്ങിൽ പോയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദേ സിറ്റ് വെരി ക്ലോസ് അല്ലേ, വളരെ ക്ലോസ് ആയിട്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ സ്വിങ് ഇങ്ങനെ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി ഇവിടെ കടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ആ ഒരു സെൻസേഷനെ കുറിച്ചാണ് പോയിട്ട് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ശരിക്കും എന്താ വളരെ വലിയ ന്യൂ ആൻഡ് അൺഐഡൻറ്റിഫൈഡ് സെൻസേഷനാണ്. ഇവർക്ക് അറിയുന്നില്ല, ഈ കുട്ടിക്ക് അല്ലേ, ഈ ഒരു ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അവർക്ക് അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പോയിട്ട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, വിത്ത് വെരി ലങ് ഓഫ് ദ സ്വിങ് ഷീ ഫെൽറ്റ് ഹിം ഇൻ ദ ലങ്ങിങ് പിറ്റ്സ് ഓഫ് ഹെർ ഫീലിങ്സ് ആൻഡ് ആഫ്റ്റർവാർഡ്സ് വി ക്ലൈംബ്ഡ് എ ട്രീ ഷീ സെഡ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ലങ്ങിങ് പിറ്റ്സ് എന്നുള്ള വേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഈ സ്വിങ് നടക്കുന്ന സമയത്ത് ഇവർ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ ആഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ലങ്ങിങ് പിറ്റ്സ് അല്ല, ഇതൊരു പോസിബിളി ഇതെന്താണ് ശരിക്കും ഒരു സിമ്പിളായിരിക്കാം, ഒരു സിംബോളിക് യൂസേജ് ഇവിടെ കൊണ്ടു നിൽക്കുകയാണ് അല്ലേ, ഇമോഷണൽ ഡെപ്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു അൺസ്പോക്കൻ ഒരു ഫിസിക്കൽ റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് ലങ്ങിങ് പിറ്റ്സ് എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ സ്വിങ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബോഡി എന്ത് ചെയ്യുകയാണ്, പരസ്പരം ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വരുന്ന ഫീലിങ്സിനെ കുറിച്ചാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ലൈൻസിൽ പറയാൻ ശ്രമിക്കുന്നത്.
അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു മരം കയറി എന്നാണ് പറഞ്ഞത്. വി ക്ലൈംബ്ഡ് എ ട്രീ ഷീ സെഡ്. അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്തുള്ള ചൈൽഡ്ഹുഡിൻ്റെ ഇന്നസെൻസ്, ആ സമയത്ത് നടക്കുന്ന ഫിസിക്കൽ കോണ്ടാക്റ്റ്, അതിൽ വരുന്ന ആ ഒരു സ്ട്രേഞ്ച്നെസ്, അൺഐഡൻറ്റിഫൈഡ് സെൻസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോയറ്റ് ഈ ലൈൻസിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ലങ്ങിങ് ട്വിറ്റ്സ് ഓഫ് അവർ ഫീലിങ്സ് എന്നുള്ള ടേം യൂസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ് ശരിക്കും ബിഗിനിങ് ഓഫ് ദ സെൻഷ്യൽ അവയർനെസ് അല്ലേ, അവരുടെ സെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള അവയർനെസ്സിനെ കുറിച്ചുള്ള അവരുടെ ധാരണകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ പിന്നെ കോൺഫ്ലിക്റ്റഡ് ഇന്നസെൻസ് ഇവിടെ കാണാൻ പറ്റും അല്ലേ, കാരണം ഗേൾ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ എന്താ, നോട്ട് വെരി ടോൾ ബട്ട് ഫുൾ ഓഫ് ലീവ്സ്. ആ മരം, ഒരു മരം കയറി എന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലേ. ആ മരം എന്തല്ല, ഒരുപാട് ഒരു വളരെ നീണ്ടതൊന്നുമല്ല, ഒരുപാട് പിന്നെ എന്തല്ല ഇലകൾ നിറഞ്ഞിട്ടുള്ള ഒരു മരമാണ് ആക്ച്വലി. ലൈക്ക് ദോസ് ഓഫ് എ ഫിഗ് ട്രീ. ഏത് മരം പോലെയാണത്? ഫിഗ് ട്രീയെ പോലെയുള്ള മരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും കയറിയത് ഒരു സ്മോൾ ട്രീ, ചെറിയൊരു മരമാണ് കയറിയിട്ടുള്ളത്, പക്ഷേ അതെന്താണ്, ലൈക്ക് എ ഫിഗ് ട്രീ. അപ്പോൾ ഈ ഫിഗ് ട്രീ എന്നുള്ള ഒരു ടേം ഇവിടെ കൊണ്ടുവരലോട് കൂടി ഇത് ആക്ച്വലി എന്താണ്, ഒരു സിംബോളിക് മീനിങ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് സെൻഷ്വാലിറ്റി ഇവിടെ പോയിട്ട് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിഗ് ട്രീ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, മറ്റേത് മരമല്ല. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ, ആ ചെറുപ്രായത്തിലുള്ള സെക്ഷൽ അവൈക്കനിങ്ങിനെ കുറിച്ചാണ് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഫെർട്ടിലിറ്റിയെക്കുറിച്ചും അത് മാത്രമല്ല അവരുടെ ആ ഒരു സെൻഷ്യൽ അവയർനെസ്സിനെ കുറിച്ചും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പിന്നെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അവർ പറയുന്നത് വെരി ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ് അല്ലേ, ആൻഡ് വി വർ വെരി ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഉള്ളിൽ അവർക്കിടയിൽ സംഭവിച്ച ഒരു കാര്യം, അതിനെക്കുറിച്ച് വി വർ വെരി ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഇത് ആക്ഷൻ എന്താണ്, ശരിക്കും അവർ കോൺഷ്യസ് അല്ല, അല്ലെങ്കിൽ ഇൻറ്റൻഷനലി അവർ ചെയ്ത സംഭവമല്ല, ഗിൽറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതുകൊണ്ടാണ് വി വർ വെരി ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് എന്നുള്ള അവർ ലൈന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ചൈൽഡ്ഹുഡാണ് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ഫിഗ് ട്രീ എന്നുള്ള ഒരു സിമ്പിൾ നമുക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ആക്ച്വലി എന്താണ്, ഒരു ബിബ്ലിക്കലി അതുപോലെ തന്നെ കൾച്ചറലി ശരിക്കും ഗ്രോത്ത്, ഫെർട്ടിലിറ്റി, സെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഫിഗ് ട്രീ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡെലിബറേറ്റ്ലി ഫിഗ് ട്രീ എന്നുള്ള ഒരു ടേം എ.കെ. രാമാനുജൻ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നസെൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഇത് ആക്ച്വലി എന്താണ്, സ്പീക്കർ എന്നുള്ളത് ശരിക്കും എന്താണ്, കൺവിൻസ് ടു ഹെർസെൽഫ് ഫോർ അതേഴ്സ് ദാറ്റ് ഈ ഒരു എക്സ്പീരിയൻസസ് ഇത് ശരിക്കും എന്തായിരുന്നില്ല, ഇൻറ്റൻഷൻ ആയിരുന്നില്ല, ഇത് അത്രയും ഹാംലെസ് ആയിരുന്നു എന്നുള്ളത് കാണിക്കാൻ കൂടിയാണ് വി വെർ ഇന്നസെൻ്റ് അബൌട്ട് എന്നുള്ള ലൈൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നൗ ഷീ ലുക്സ് ഫോർ ദ സ്വിങ് ഇൻ ദ സിറ്റീസ് വിത്ത് 15 സബർബ്സ് ആൻഡ് ട്രൈ ടു ബി ഇന്നസെൻ്റ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ, ഇത് ചെറുപ്പകാലത്തുള്ളൊരു ഓർമ്മയാണ്. പക്ഷേ ഇപ്പോൾ ഗേൾ എന്തായിട്ടുണ്ട്, ആ ഒരു പെൺകുട്ടി അവർ ഗേളിൽ നിന്ന് വളർന്ന് വലിയൊരു വുമണായി മാറിയിട്ടുണ്ട് അല്ലേ, അവർ വലുതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവിടെ എന്താ, ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു സെൻസേഷന് വേണ്ടിയിട്ട്, അവർ അനുഭവിച്ച ആ ഒരു ഏർലി സെൻസേഷന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ വീണ്ടും ഇന്നസെൻ്റ് എന്നുള്ള വേർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താ, ലോസ് ഓഫ് ഇന്നസെൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഡെലിബറേറ്റ്ലി ഇന്നസെൻ്റ് എന്നുള്ള വേർഡാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഇന്നസെൻ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പെർഹാപ്സ് ഒരുപക്ഷേ എന്താണ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിസയർ ആൻഡ് മെമ്മറി അല്ലേ. അപ്പോൾ ഒരു ഡിസയർ മെമ്മറിക്കിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ പെൺകുട്ടി, ആ ചെറുപ്പകാലത്തുണ്ടായിരുന്ന 4-5 വയസ്സുള്ള പെൺകുട്ടി അവരിപ്പോൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ, സിറ്റിയിലേക്ക് പോയിട്ടുണ്ട്, സബർബിലാണ്. 15 സബർബ്സ് എന്നുള്ള വർക്ക് കൂടെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി അവരിപ്പോൾ എന്താണ്, ഒരു ടൗൺഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്, അർബൻ കോംപ്ലക്സിറ്റിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുമ്പ് ആ ഒരു മെമ്മറി നിലനിന്ന കാലം, ഇന്നസെൻ്റ് ആയിരുന്ന കാലം എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജ് സിംപ്ലിസിറ്റിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അർബൻ ലൈഫിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഇന്നസെൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലൈൻസ് കൊണ്ടുവരുന്നത്. മാത്രമല്ല ഒരു പ്യുവർ ഇമോഷണൽ മെമ്മറിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, അവളിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോഡേൺ ലൈഫിൽ, അർബൻ എൻവിറോൺമെൻറ്റിൽ അത്തരത്തിലുള്ള ഒരു സെൻസേഷൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇന്നസെൻറ്റ് സെൻസേഷൻ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ആ ലൈൻസ് കൊണ്ടുവരുന്നത്. മാത്രമല്ല ഇവിടെ അവസാനം പറയുന്നത് എന്താ, നോട്ട് ഓൺലി ഓൺ ദ ക്രോച്ച് ഓഫ് എ ട്രീ ദാറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് ഇറ്റ് വുഡ് ബേസ്റ്റ് അണ്ടർ എവറി ലീഫ് into a brood of scarlet figs if someone suddenly sneezes. ഈ ലൈനിൽ കൊണ്ടുവരുന്നത് അത്രയും പിന്നെ ആ ഒരു ഗേൾ ആയി മാറിയിട്ടുള്ള ഒരു അവൈക്കനിങ്ങിലേക്കാണ് പിന്നീട് ഇവിടെ പോയിട്ട് ശ്രദ്ധ ചൂണ്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഒരു സ്ത്രീ എന്നുള്ളത് ആക്ച്വലി അവർ എത്തിയിട്ടുള്ളത് എന്താ, അവരുടെ ആ ഒരു ഇന്നസെൻസ് ഒക്കെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടിട്ട് ഒരു പക്ഷേ എന്തായിട്ടുണ്ട്, ഒരുപാട് ന്യൂ സിംബോളിക് വേസിലാണ് ഇവിടെ പോയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ക്രോച്ച് ഓഫ് എ ട്രീ എന്നുള്ള ഒരു ടേം കൂടെ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഇതൊരു മെറ്റാഫറാണ്, സെക്ഷൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റാഫറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നോട്ട് ഓൺലി ഓൺ ദ ക്രോച്ചിങ് ഓഫ് എ ട്രീ ദാറ്റ് ലുക്ക്ഡ് ആസ്
ഇഫ് ഇറ്റ് വുഡ് ബേസ്റ്റ് അണ്ടർ എവറി ലീഫ് അല്ലേ. ആ ഒരു ക്രോച്ചിങ് ട്രീ എന്നുള്ള ഒരു ടേം കൊണ്ടുവന്ന എന്താ, ഒരു പക്ഷേ അല്ലേ ഫിഗ് ട്രീയെ പോലെ അല്ലെങ്കിൽ മറ്റൊരു ഇമേജറി ആയിട്ട് ഇവിടെ ക്രോച്ച് ഓഫ് ദ ട്രീ എന്നുള്ളത് കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു സെക്ഷൽ അവേക്കനിങ് എന്നുള്ളത് അതിൻ്റെ ഒരു ഇമേജറി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ടേംസ് ആണത്. അപ്പോൾ ഇതെന്താണ്, അത് ഏത് സമയത്തും ഒരു പക്ഷേ ബേസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ അവരുടെ ആ ഒരു അടക്കി പിടിച്ചിട്ടുള്ള ഒരു ഡിസയർസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ അത് എന്ത് ചെയ്യപ്പെടാം, അത് ബേസ്റ്റ് ആയിട്ട് അത് ഔട്ട് ബേസ്റ്റ് ആയിട്ട് അല്ല എക്സ്പ്ലോഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പോയിട്ട് ഈ ഒരു ലൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻസ് നഷ്ടപ്പെട്ട് ഒരു പക്ഷേ അർബനിലേക്ക് മാറി പോകുന്നിട്ടുള്ള മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത് പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സെക്ഷൽ അവൈക്കനിങ്ങിനെ കുറിച്ചാണ് ആക്ച്വലി ക്രോച്ച് ഓഫ് ദ ട്രീ എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവർ ബേസ്റ്റിംഗ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തില്ല. അപ്പോൾ ഒരു പക്ഷേ എക്സ്പ്ലോർഡ് ആവാണ്ട് അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പ്രായത്തെക്കുറിച്ചൊക്കെയാണ് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു റിപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിസയറുകളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്കാർലറ്റ് ഫിക്സ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പക്ഷേ ഫോർബിഡൻ ടാബു പാഷൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത് ബ്രൂഡ് ഓഫ് ദ സ്കാർലറ്റ് ഫിക്സ് എന്നുള്ള ടേമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ചേഞ്ചസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതെങ്ങനെ ഏതൊരർത്ഥത്തിൽ അത്രയും ലളിതമായിട്ട് അതായത് അത്രയും പിന്നെ സിമ്പിളായിട്ട് തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ പറ്റുന്നൊരു പിന്നെ ഒരു ഘട്ടമാണിത്. അതുകൊണ്ടാണ് ഇഫ് സമൺ സഡൻലി സ്നീസ് എന്നുള്ള ടേം വരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രിഗർ അല്ലെ എന്തെങ്കിലും ഒരു ട്രിഗറോ അതല്ലെങ്കിൽ എന്തൊരു ആക്സിഡൻറ്റോ ഒരു പക്ഷേ എന്താവും ദാറ്റ് മൈറ്റ് സഡൻലി റിലീസ് ആൾ സപ്രസ്ഡ് ഇമോഷൻ ഓർ ഡിസയർ എന്നാണ് അല്ലേ. ഈ ഒരു പിന്നെ വുമണിലുള്ള ഈ ഒരു ലേഡിയിലുള്ള എല്ലാ ഇമോഷൻസും അതല്ലെങ്കിൽ സപ്രസ് ചെയ്യപ്പെടും ഇതുവരെ അടക്കി പിടിച്ചിട്ടുള്ള എല്ലാ ഡിസയറുകളും ഒരുപക്ഷെ റിലീസ് ചെയ്യപ്പെടാൻ അത് പുറത്തു വരാൻ ഒരുപക്ഷെ കാരണമായൊക്കെ എന്തായിരിക്കും ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നീസ് ഒരു തുമ്മൽ അത് മാത്രം ഒരു ചിലപ്പോൾ ഒരു ട്രിഗറായി വന്നാൽ തന്നെ അതിന് സാധ്യതകളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പോയിട്ട് ചെയ്യുന്നത് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻസിൽ നിന്ന് അവരുടെ ആ ഒരു ആദ്യ ഘട്ടത്തിൽ അവർ കണ്ടെത്തിയ ഒരു സെൻഷ്യൽ ഒരു പിന്നെ സെൻസേഷനിൽ നിന്ന് എങ്ങനെയാണ് പിന്നീട് കാലം മാറിയപ്പോൾ അതല്ലെങ്കിൽ അർബൻ ലൈഫിലേക്ക് സെറ്റിൽ ചെയ്തപ്പോൾ അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത്, പിന്നെ ഇപ്പോൾ എന്തിനാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇന്നസെൻറ്റ് ഡിസയറുകൾ സെൻസേഷന് വേണ്ടി അവരിപ്പോഴും ഡിസയർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരർത്ഥത്തിലാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് ഇതിൽ ചൈൽഡ്ഹുഡ് ആൻഡ് അവൈക്കനിങ് ഡിസയർ അല്ലേ, ഏറ്റവും ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന അവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ അവരുടെ ഡിസയറിൻ്റെ ആ ഒരു ഉണർവ് അതൊക്കെയാണ് ഏറ്റവും ഫസ്റ്റിൽ തന്നെ തീമായിട്ട് വരുന്നത്. മാത്രമല്ല മെമ്മറി ആൻഡ് സെൻച്ചറി റീകാൾസ് ഒരുപാട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, പഴയ ഓർമ്മകളെക്കുറിച്ചൊക്കെ പറഞ്ഞെടുക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ട് ലൈഫിലെ സബർബ്സ് 15 സബർബ്സ് എന്നുള്ള ടൈമൊക്കെ നമുക്കിതിൽ കൊണ്ടുവരുന്നതായി കാണാൻ പറ്റും. അപ്പോൾ റൂറൽ ആൻഡ് അർബൻ സെറ്റിങ്സ് ആ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ബോഡി മെമ്മറി ആൻഡ് സെക്ഷുവാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിക്സ് ട്രീയും അതുപോലെ തന്നെ പിന്നെ ക്രോച്ച് എന്നുള്ള ടൈമൊക്കെ യൂസ് ചെയ്തൊക്കെ ഡെലിബറേറ്റ്ലി ശരിക്കും സെക്ഷുവാലിറ്റിയും അതുപോലെ തന്നെ ബോഡി മെമ്മറിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പിന്നെ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ, ആ ഒരു ചെറിയ പ്രായത്തിലുള്ള ചൈൽഡ്ഹുഡിൻ്റെ ഇന്നസെൻസിൽ നിന്നും എങ്ങനെയാണ് വലിയ പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ എക്സ്പീരിയൻസിലൂടെ അവർ മാറുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു തീം കൂടി ഇതിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് A.K. രാമാനുജൻ്റെ ഈ ഒരു പോയട്രിയെക്കുറിച്ചുള്ള ലുക്കിംഗ് ഫോർ കസിൻ എന്ന് പറയുന്ന ഈ ഒരു കവിതയെക്കുറിച്ചുള്ള ഷോർട്ട് സമ്മറി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.